നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാനും സന്തോഷം നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസാണ് മിസ്സിന് നിങ്ങളോടിപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്. ആൻഡ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, മിസ് ഞാൻ അത്ര ഹാപ്പി അല്ല. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരെയും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ എന്തായാലും ഹാപ്പി ആക്കാൻ പോകുന്ന ഒരു കാര്യമാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും മിസ് ഇനിയിപ്പോൾ എക്സാമിനെ കുറിച്ചാണോ പറയാൻ പോകുന്നത്, അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കാം, നോ ഞങ്ങൾ ഹാപ്പി ആയില്ല എന്ന് കമൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഓക്കെ, അപ്പം നിങ്ങളിപ്പം കുറേ ആയിട്ട് നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടോ വേഗം ഒന്ന് ഓണം വെക്കേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് കുറേ ലീവ് കിട്ടുമായിരുന്നല്ലോ, എനിക്ക് അവിടെ പോകുമായിരുന്നല്ലോ, എനിക്ക് കുറച്ച് ദിവസം വീട്ടിലിരിക്കുമായിരുന്നല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ. അപ്പോൾ ഓണം വെക്കേഷന് മുൻപ് ഒരു എക്സ്ട്രാ ഓണം വെക്കേഷൻ കൂടി ആയാലോ? ഹാപ്പി ആയോ? അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടോ സ്കൂളിലെ ടീച്ചറൊന്നും പറഞ്ഞില്ലല്ലോ ഇനി മുൻപ് ഒരു ഓണം വെക്കേഷൻ ഉണ്ടെന്ന്. പക്ഷേ ഉണ്ട്, മുതലാളി മറന്നുപോയതാ. പക്ഷെ ഇത് നമ്മൾ അറിയാതെ പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഓഗസ്റ്റ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലീവുകളുള്ളൊരു മാസമാണ്. നമ്മൾ ഈ ഒരു 2024 തുടങ്ങുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു, ഈ വർഷത്തിലെ അവധികളെല്ലാം സാറ്റർഡേസിലും സൺഡേസിലാണ്. കറക്റ്റാണ്. നമ്മൾ മിക്കവാറും മെയിനായിട്ട് വരുന്ന എല്ലാ അവധികളും എന്താണ് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു ലീവ് നഷ്ടപ്പെടുന്ന ഒരു വർഷമാണ് നമ്മുടെ 2024. പക്ഷേ ഓഗസ്റ്റ് മാസം നമ്മളെ കൈവിട്ടിട്ടില്ല മക്കളെ. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അതെ, ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടർ തന്നെ മിസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിൽ എത്ര ലീവുകൾ ഉണ്ടെന്ന് അറിയാമോ? സാറ്റർഡേ സൺഡേ എന്തായാലും ഉണ്ട്. സൺഡേ തന്നെ നമുക്ക് എത്രയായി? സൺഡേ തന്നെ നമുക്ക് 4 ലീവായി. 1 2 3 4. പിന്നെ സാറ്റർഡേ. പക്ഷേ സാറ്റർഡേയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്ക് ഈ ഒരു മഴയുടെ പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് നമുക്ക് ഒത്തിരി സ്കൂളുകൾ നമ്മൾ വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെട്ടുകൊണ്ട് ചില സ്കൂളുകളിൽ സാറ്റർഡേ വെക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലീവുകൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, സാറ്റർഡേയ്സ്. ഓക്കെ, ഇനി അതില്ലെങ്കിലും സൺഡേ 4 ദിവസമായില്ലേ. അത് കൂടാതെ എൻ്റെ മക്കൾക്ക് എത്ര ലീവുകൾ ഉണ്ടെന്ന് നോക്കിക്കേ. സ്വാതന്ത്ര്യ ദിനം നിങ്ങളെല്ലാവരെയും ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പോകുന്ന ഒരു ദിവസമാണ്, അന്ന് നമ്മുടെ ലീവാണ്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുജയന്തി നമുക്ക് 2ാമത്തെ ലീവ്. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി, പിന്നെ നമ്മുടെ അയ്യങ്കാളി ജയന്തി. എത്ര ദിവസം ലീവായി? വീണ്ടും ഒരു 4 ദിവസം, 8 ദിവസമായില്ലേ. പിന്നെ നമുക്ക് എന്തായാലും 2ാം ശനി വരുന്നുണ്ട്. 2ാം ശനി വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ദിവസമായില്ലേ. പിന്നെ നമ്മുടെ എല്ലാ സൺഡേയ്സും നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എത്ര ദിവസമായി? ഓൾമോസ്റ്റ് 10 ദിവസം തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്? ലീവുണ്ട്. ഇതല്ലേ നമ്മളുടെ 10 days. ഇതല്ലേ മക്കളെ നമ്മുടെ ഓണം വെക്കേഷൻ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ ഈ ഒരു കാര്യം? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, യെസ് മിസ് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ന്യൂസ് കേട്ടിട്ട് ഹാപ്പി ആയവർ ഹാപ്പി ആയി എന്ന് കമൻറ്റ് ചെയ്യുക, ഹാപ്പി ആത്തവർക്ക് അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്തിനാണ് മിസ് ഇത്രയും കാര്യം ഇതെല്ലാം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഇനി വരാൻ പോകുന്നത് ഇത് നമ്മുടെ ഓണം വെക്കേഷന് മുൻപുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ വെറുതെ കളയുകയാണെങ്കിൽ നമ്മൾ ഓണം എക്സാമിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് ടെൻഷൻ അടിക്കും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി ലീവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഓണം വെക്കേഷൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എക്സാം നന്നായിട്ട് എഴുതണം. അപ്പോഴാണ് ഞാൻ എക്സാം തകർത്ത് എഴുതി എനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാം എന്ന് ചിന്തിക്കാൻ പറ്റുക. അങ്ങനെ എക്സാം തകർത്ത് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങൾ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ എൻ്റെ മക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓണം എക്സാം പുഷ്പം പോലെ പോവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വെക്കേഷൻ അതിലും മനോഹരമായിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കും? ഇപ്പോൾ കുറേ ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞില്ലേ, ഓണം എക്സാമിൻ്റെ പോർഷൻസൊക്കെ ഓൾറെഡി കഴിഞ്ഞില്ലേ മിസ്, ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ ആരും വിഷമിക്കേണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മളുടെ ബാച്ചസിലാണെങ്കിൽ നമ്മൾ ബാക്ക്ലോഗ് സീരീസ് ഇപ്പം നടത്തുന്നുണ്ട്. ആൻഡ് ഈ ബാക്ക്ലോഗ് സീരീസിലൂടെ ഈ കഴിഞ്ഞ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിനി പഠിച്ചവരാണ്, മറന്നുപോയെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, കവർ ചെയ്യാം. ഇനി നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല, ഫസ്റ്റ് മുതൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ലോഗ് സീരീസിലൂടെ നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ വേണ്ടി പറ്റും.
കാരണം ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഫീസും കുറച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഫീസും കുറവാണ്, ബാക്ക്ലോഗ് സീരീസും കിട്ടും, ബുക്ക് സെറ്റും കിട്ടും, ഒക്കെ ആയിട്ട് പഠിക്കാം. ഇനി അതല്ല, യൂട്യൂബിലുള്ള മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്, എക്സ്ട്രാ വീഡിയോസ് പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഈ ദിവസങ്ങൾ എൻ്റെ മക്കൾ മറക്കാതിരിക്കുക. ഈ ദിവസം കുറച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അപ്പം 2 കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ബാക്ക്ലോഗ് സീരീസും നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകളും നോട്ട്സും PYQസും ക്വസ്റ്റ്യൻസും ലൈവ് സെഷൻസും ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. ഇപ്പോഴാണെങ്കിൽ ഓഫർ ഉണ്ട്. ഇനി അതല്ല, യൂട്യൂബാണ് ബസ് ഫോളോ ചെയ്യുന്നത്. യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ബാക്ക്ലോഗ് സീരീസ് ഉണ്ടാവില്ല, പക്ഷേ അതല്ലാത്ത കണ്ടൻറ് വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബാച്ചിലില്ലാത്ത മക്കളാണെങ്കിൽ വേറൊരു രീതിയിൽ എന്തായാലും പഠിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ദിവസങ്ങളിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓണം വെക്കേഷൻ അടിപൊളിയാകും. അതിനേക്കാൾ മുൻപ് നമ്മളുടെ എക്സാംസ് അടിപൊളിയാകും. അങ്ങനെ തകർത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം, ഓണമൊക്കെ ആഘോഷിക്കാനൊക്കെ പറ്റും. അപ്പോൾ എൻ്റെ മക്കൾ ഈ കാര്യം അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഹാപ്പി ആയെന്ന് പറഞ്ഞാൽ മിസ്സും ഹാപ്പി ആകും. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ.